സാർ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളെല്ലാം നിജസ്ഥിതി അല്ല പറയുന്നത്. കറക്റ്റ്. അനീഷ, എന്റെ ചോദ്യം ഇനി ഇതാണ്. ഇപ്പൊ ഡോക്ടർ മണികുമാർ പറഞ്ഞത് പ്രകാരം 5-ാം മാസത്തിൽ ഇത് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഏത് സ്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അരുൺ. ഡോക്ടർ അരുൺ ഒരു മിനിറ്റ് 5-ാം മാസത്തെ സ്കാനിങ് ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ പ്രസ്താവന. 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഒന്നും തന്നെ നമ്മുടെ ഡോക്ടർ എബിൻ തമ്പിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ 5-ാം മാസം നമ്മുടെ സ്കാൻ ചെയ്യുന്നു, നമ്മൾ ഇതിന്റെ അകത്ത് എല്ലാം നോർമൽ കൊടുത്തു. അല്ലല്ല, അയ്യോ, ഞങ്ങളുടെ സ്കാനിംഗ് മെഷീൻ എന്ന് പറയുന്നത് വോളൂസൺ എന്ന് പറയുന്ന സീരീസിൽ ഗർഭസ്ഥ അവസ്ഥയിൽ ഈ കുഞ്ഞിന് ആ സമയത്ത് ഈ വൈകല്യമില്ല, വൈകല്യമില്ല എന്ന് ഡോക്ടർ പറയില്ലല്ലോ. ആ സമയത്ത് ഡോക്ടർ അരുൺ അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ 5-ാം മാസം നമ്മളിവിടെ സ്കാൻ ചെയ്തിരുന്നു. 2D അനോമലി സ്കാനാണ് നമ്മളിവിടെ ചെയ്തിരുന്നത് തന്നെ. ഞാൻ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആ അനോമലി സ്കാൻ ചെയ്ത ഡോക്ടർ എന്നോട് പറയുന്ന കാര്യമാണ്. അനോമലി സ്കാൻ എന്താണെന്നുള്ളതൊന്ന് സാറൊന്ന് എനിക്ക് വിശദമാക്കി തന്നെ. അനോമലി സ്കാൻ എന്താണ് സാറൊന്ന്, ലാബിന്റെ സാറൊന്ന് എനിക്ക് വിശദമാക്കി തന്നെ. എന്താണ് ഞാനത് പറഞ്ഞു. എന്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ഡോക്ടർ മണികുമാർ പറയൂ. 20-ാം മാസത്തിലെടുക്കുന്ന ഈ 20-ാം ആഴ്ചയിലെടുക്കുന്ന അനോമലി സ്കാൻ എന്തൊക്കെയാണ് കണ്ടെത്തുക? 2D സ്കാൻ സാധാരണഗതിയിൽ നമ്മളൊരു അനോമലി സ്കാൻ ചെയ്യുമ്പോൾ കുട്ടികൾക്കുള്ള അംഗവൈകല്യങ്ങൾ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഉള്ള ഈ കുട്ടിക്ക് വന്നിരിക്കുന്ന ഒരു കുഴപ്പം ഞാൻ പറഞ്ഞത് സ്കെലിറ്റൽ മസിൽസ് എല്ലാം തന്നെ വ്യക്തമായി കാണാം. നമുക്ക് ഒരു കാര്യങ്ങളും ഇല്ലാതില്ല. ഈ കുട്ടിക്ക് കയ്യില് കാലില് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ ഉള്ളതാണ്. പക്ഷേ ഇവിടെ കൈ തിരിഞ്ഞിരിക്കുന്നു, വളഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് അനീഷിന്റെ ഒരു ഇത് പറയുന്നത്. അതൊന്നും ഒരു കാരണവശാലും ഈ പറയുന്ന 5-ാമത്തെ സ്കാനിങ്ങിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കാനിങ്ങിലോ ഒന്നും വ്യക്തമാവില്ല. അത് അല്ല, ഇതെങ്ങനെയാണ് പിന്നീട് അനീഷെ? ഒരു നിമിഷം. ഡോക്ടർ മണികുമാർ പറയുന്നത് പ്രകാരം 5-ാം മാസത്തിലെ 2D സ്കാനിൽ ഈ കുഞ്ഞിന്റെ ഈ അനോമലികളൊന്നും വ്യക്തമാവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് ഇത് ബോധ്യമായത്? അനീഷ്, ഈ അനോമലി സ്കാൻ എന്തിനാ? ഈ അനോമലി സ്കാൻ ചെയ്യുന്നത് എന്തിനാണ് സർ? അങ്ങനെയാണെങ്കിൽ 5-ാം മാസം ഈ സ്കാൻ എന്തിനാ ചെയ്യുന്നത്? കൊച്ചിന് 3-ാം മാസം ഡബിൾ ഡോട്ട് സ്കാൻ, ആ സ്കാൻ ചെയ്യുന്നത് കൊച്ചിന്റെ തല സംബന്ധമായിട്ടുള്ളതാണെന്ന് പറയുന്നത്. എനിക്കറിയില്ല, ഓരോരുത്തർ പറഞ്ഞുള്ള അറിവാണ്. ഈ പറഞ്ഞ കണക്ക് ഞാനൊരു ഡോക്ടറല്ല, എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു ഡോക്ടർ. 3-ാം മാസം നമ്മുടെ ലാബിലെല്ലാം സ്കാൻ എന്തിനു ചെയ്യുന്നു? 3-ാം മാസം സ്കാൻ എന്തിനു ചെയ്യുന്നു? അല്ല, 3-ാം മാസം സ്കാൻ സാറിന്റെ അവിടെ അല്ല ചെയ്തത്. 3-ാമത്തെ മാസവും 5-ാമത്തെ മാസവും ഈ സ്കാനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരും ഈ ലാബുകാരും ചോദിക്കുകയും പറയുകയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയും ഒരാളെ മെനക്കെടുത്തുകയും ചെയ്യുന്നത് എന്തിനാണ്? ഈ സ്കാനിന് വേണ്ടി. ഈ സ്കാൻ ചെയ്തിട്ട് ഇത്രയും വലിയൊരു അപാകതകള് സ്കാനിങ് സെന്ററിനോ അത് നോക്കിയ എബിൻ ഡോക്ടറിനോ ആ എബിൻ ഡോക്ടറുടെ റിപ്പോർട്ട് നോക്കിയ ഷേർലി മേഡത്തിനോ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിന്റെ അനാസ്ഥ ആരാണ്? ഞാനാണോ? 2D സ്കാൻ എഴുതേണ്ടത്, 4D സ്കാൻ എഴുതേണ്ടത്, 3D സ്കാൻ എഴുതേണ്ടത് ഞാനാണോ? പറയൂ, ഞാനാണോ എഴുതേണ്ടത്? നിങ്ങളുടെ സ്കാനിംഗ് സെന്ററിൽ കൊച്ചിന്റെ റിപ്പോർട്ട് തെളിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ട് എഴുതണം. സാറ് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ മിണ്ടാതിരുന്നു. സാറ് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ മിണ്ടാതിരുന്നു. സാർ ഇനി ഞാൻ പറഞ്ഞു ഈ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സ്കാനിൽ കുഞ്ഞിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ? പിന്നെ ഈ സ്കാൻ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ കൊച്ചിന്റെ കൈയും കാലും വളഞ്ഞത് ഈ സ്കാനിൽ അറിയാൻ പറ്റുന്നത്. കൊച്ചിന്റെ ജനനേന്ദ്രിയം കണ്ട സാറ് ആ എബി എന്ന് പറഞ്ഞ ഡോക്ടറോട് ചോദിക്ക്. എബി എന്ന് പറഞ്ഞ സാറ് പറയുമ്പോൾ ഞാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞ ഞാൻ മിണ്ടായിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയുമ്പോ സാറും ഉണ്ടായിരിക്കണം. അനീഷ് തുടർന്നോളൂ. എബി എന്ന് പറഞ്ഞ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഈ എബി എന്ന് പറയുന്ന ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നിങ്ങൾ അറിഞ്ഞോ? എന്തേ നിങ്ങൾ അറിയാതെ പോയി? നിങ്ങൾ പറഞ്ഞ് കൈകാലുകൾ തിരിഞ്ഞിരിക്കുവാണ്, ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. നിങ്ങളൊരു മനസ്സിലാക്കണം, ഒരു കുഞ്ഞിന് 10 മാസം ചുമന്ന് പ്രസവിച്ച ആ തള്ളയ്ക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡോക്ടർ മനസ്സിലാക്കണം, ഈ ആരോഗ്യ രംഗം മനസ്സിലാക്കണം. ചുമ്മാ 10 മാസം ചുമന്നുകൊണ്ട് നടക്കുന്ന വയറിന്റെ ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ.
സാധാരണക്കാരനായ മനുഷ്യരാണ് ഞങ്ങൾ ഇല്ലാത്ത പൈസ മുടക്കിയിട്ടാണ് നിങ്ങളെപ്പോലുള്ള വലിയ വലിയ സ്കാനിങ് സെന്ററിൽ വന്ന് ഞങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നത്. MBBS പഠിച്ച ഡോക്ടർമാരെ വിശ്വസിക്കുന്നത്. ആ വിശ്വാസവും മെഡിക്കൽ എത്തിക്സിനെയും എല്ലാം എതിരായിട്ട് പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. ഇതിനകത്ത് ഈ ലാബിന്റെ ഭാഗത്ത് നിന്ന് അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടായേ പറ്റൂ. കാര്യം ഈ ഡോക്ടർ ഷേർലി മാഡത്തിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോ ഷേർലി മാഡം പറയുന്നത് നോ റിസ്ക് ആണ്, ഒരു പ്രശ്നമില്ല, റെസ്റ്റ് എടുക്കൂ, റെസ്റ്റ് എടുക്കാൻ പറയും. ഈ റെസ്റ്റ് തന്നെ എന്റെ വൈഫ് ഈ ഗർഭം ധരിച്ചപ്പോ തൊട്ട് ഷേർലി മാഡത്തെ കാണിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് റെസ്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ റെസ്റ്റില് നിങ്ങൾക്ക് ആ ഡോക്ടറോട് പറഞ്ഞ ആ ഡോക്ടർ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് എല്ലാം നല്ലതുപോലെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ നല്ലതുപോലെയാണ് ആ ഡോക്ടർ സ്കാനിങ് നോക്കി സ്കാനിങ്ങിന്റെ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിൽ ലാസ്റ്റ് കൊണ്ട് കാണിച്ച് 1/11/2024 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ എന്റെ വൈഫിനെ ശങ്കേഴ്സ് ലാബില് ഡോക്ടർ പറഞ്ഞ് ടാക്സി പിടിച്ചേ പോകാവുള്ളൂ, ഓട്ടോറിക്ഷയ്ക്ക് പോകരുത്, അത്രയും കെയർ കൊടുത്ത് ടാക്സി വിളിച്ചാണ് എന്റെ വൈഫിനെ ആ ഡോക്ടർ വിട്ടത്. എന്നിട്ട് എവിടെയാണ് പാകപ്പിഴ ഉണ്ടായത്? എവിടെയാണ്? എനിക്കാണോ പിഴച്ചത്? ഞാനാണോ 3D എഴുതാൻ? മണികുമാർ, നമ്മുടെ മുന്നിൽ അനീഷ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാൻ അനീഷ് ഇങ്ങനെ ചോദിക്കുന്നു. അനീഷ്, എനിക്ക് ഉത്തരം വേണം. അതിലൊന്ന്, ഇവിടെ പിഴവ് ആർക്കാണ്? ആദ്യ ചോദ്യം. പിഴവാർക്കാണെന്ന് ഒരു നിമിഷം അനീഷ്, നമുക്ക് മണികുമാറോട് ചോദിക്കാം. മണികുമാർ പറയുന്നത് കേൾക്കാം. ഡോക്ടർ മണികുമാർ, ആർക്കാണ് പിഴവ്? Debate with Dr. Arun Kumar.